ഹലോ, ഇന്ന് രാവിലെ തന്നെ നമുക്ക് നല്ല പിടയ്ക്കണം മീൻ പിടയ്ക്കണമെങ്കിൽ പിടയ്ക്കണം ചൂര മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യല് മീൻ കൊണ്ടുള്ള അച്ചാർ കേട്ടോ. ഞാനും മീനച്ചാർ, ഞങ്ങൾ പൊതുവെ അച്ചാറിൻ്റെ അച്ചാർ കൊതികളാണ്. അപ്പോൾ ഇപ്പം മീനിന് ഷോർട്ടേജ് വരാൻ സാധ്യതയുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഇതിനെ പിടിച്ച് അച്ചാറാക്കാം മാറുവേ. അപ്പോൾ നമുക്ക് വേഗം റെസിപ്പിയിലോട്ട് പോകാം. അയ്യോ, ഫസ്റ്റ് പരിപാടി നമുക്ക് മീൻ കട്ട് ചെയ്യണം. അതിൽ ഒരു മീനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു, അടുത്ത ദിവസം കറി വയ്ക്കാനായിട്ട്. ബാക്കിയുള്ളതിനെ കട്ട് ചെയ്ത് ചെറിയ പീസാക്കി ഉപ്പ്, മുളക്, കുരുമുളക്, മഞ്ഞൾപ്പൊടി, ചെറുനാരങ്ങയുടെ പകുതി ഇതൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെച്ചു. ആവശ്യത്തിന് കറിവേപ്പില ഇട്ടു. ഇനി ഒരു സെറ്റ് ഫ്രൈ ചെയ്യാൻ വെച്ചു. ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പ്ലാൻ ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചത്. ഓൾറെഡി നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അച്ചാർ മാറ്റിയിട്ടുണ്ട്, വേറൊരു പ്ലാൻ ഉണ്ടാക്കുക. അതായത് അച്ചാർ വേണ്ട എന്ന് തീരുമാനത്തിലെത്തി. അപ്പോൾ ഇത് വെച്ച് എന്ത് പരീക്ഷണമാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഇന്ന് നമ്മൾ ചൂര റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. ഇത് നന്നാവുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും പായോ. ഇപ്പം നമുക്ക് അതിനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് നമ്മൾ വെറുതെ ഫ്രൈ ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് ബാക്കി ട്രിപ്പ് നമുക്ക് റോസ്റ്റിലോട്ട് പോവാം. ഓക്കെ, നമ്മുടെ ചില്ലി ചിക്കനൊക്കെ ചെയ്യുന്ന പോലെ ചില്ലി ഫിഷ് ഒന്ന് ട്രൈ ചെയ്താലോ. അതിനായിട്ട് അടുത്ത ട്രിപ്പ് നമ്മളിതേ ഫ്രൈ ചെയ്യാനായിട്ട് വറുത്ത സംഭവങ്ങളൊക്കെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ച സവാള, തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കുറച്ച് മതി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് പിന്നെ പരിപാടി നമ്മൾ ചില്ലി ചിക്കന് ക്യാപ്സിക്കൊക്കെ വേണം. ക്യാപ്സിക്കം ഒന്നും ഇടണമെന്നില്ല. പിന്നെ നമ്മൾ ചെറുനാരങ്ങയൊക്കെ പിഴിഞ്ഞാലും വേറെ അതൊന്നും ചേർക്കും. അതേ വെളിച്ചെണ്ണയിലേക്ക് ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. എല്ലാം ഒരുമിച്ചിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായി വാടി വരാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സംഭവം വെന്ത് നല്ല സോഫ്റ്റ് ആവും. അതിലേക്ക് ഒന്ന് വാടി വരുന്ന സമയത്ത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് പെപ്പർ, പിന്നെ ഫ്ലേവറിനായിട്ട് ടൊമാറ്റോ സോസ്, ഫൈനലി നമ്മുടെ ഗരം മസാല ഇത്രയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള മീൻ അതിലേക്ക് ഇട്ട് അടിപൊളി. നിങ്ങൾക്ക് ഗ്രേവി കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് 2-3 സവാള കൂടുതൽ എടുത്താൽ മതി. അപ്പോൾ ഈ ഗ്രേവി കൂട്ടിയിട്ടാണ് കുട്ടികൾ കൂടുതലും കഴിച്ചത്. പിന്നെ ഈ മീൻ ഇഷ്ടമല്ലാത്തവർ പോലും ഇങ്ങനെ ഉണ്ടാക്കിയാൽ കഴിക്കും. അതുകൊണ്ട് മസ്റ്റ് ട്രൈ ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. പരീക്ഷണം നമ്മൾ ഉണ്ടാക്കിയത് പാളിപ്പോയില്ല കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇനി ചൂര മീൻ, പല നാട്ടിൽ പല പേരുടെ ചൂര, കേരാറ്റ്, ട്യൂണ അങ്ങനെയൊക്കെ പേരുകളുണ്ട് എന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും ട്രിവാൻഡ്രം വന്നപ്പോഴാണ് ഈ ചൂര മീൻ കഴിച്ചു തുടങ്ങിയത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി വേറെ കറിയൊക്കെ ഉണ്ടെങ്കിലും ഇത് മാത്രം കൂട്ടിയിട്ട് നല്ല ചൂട് ചോറിലേക്ക് ഒരു പീസ് മീനും അതുപോലെ തന്നെ നമ്മുടെ ഈ വറുത്ത് വെച്ച മീനും ഗ്രേവിയും കൂട്ടിയിട്ട് മിക്സ് ചെയ്ത് നിങ്ങളൊന്നുകൂടി കഴിക്കൂ. അടിപൊളിയാണ്, ചുമ്മാ പറയുന്നതല്ല കേട്ടോ, സംഭവം കൊള്ളായിരുന്നു. അപ്പോൾ ഇത് ഫിഷ് പിക്കിൾ ഇടാഞ്ഞത് എന്തായാലും നന്നായി. നമ്മൾ ഈ ചിക്കൻ റോസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇതും റോസ്റ്റ് ചെയ്ത് കഴിക്കാൻ പറ്റിയൊരു നല്ലൊരു ഐറ്റമാണ് നമ്മുടെ ചില്ലി ഫിഷ് എന്നോ ട്യൂണ ചില്ലിന്നോ എന്ത് വേണമെങ്കിൽ പേരിടാം കേട്ടോ. അതൊന്നും ഞാൻ പറയുന്നില്ല. ഇത് മോന് ദോശ കൂട്ടി കഴിക്കാൻ വേണ്ടി ഗ്രേവി കുറച്ച് കൊടുക്കണം. ഇത് ചുമ്മാ പറയില്ല, അടിപൊളിയായിട്ടുണ്ട്. കുറച്ച് ചോറ് എടുക്കുക, അതിലേക്ക് ഗ്രേവി മുഴുവൻ കുട്ടികൾ കലയിട്ടുണ്ട്. മീനിൻ്റെ ഒരു ലേശം വേറെ കറിയൊക്കെ ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇന്നതിൻ്റെ ടേസ്റ്റ് മാത്രം അറിയാൻ വേണ്ടിയിട്ട് ഇത് കുറച്ചും കൂടി സൂപ്പറാണ്, മസ്റ്റ് ട്രൈ ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം കേട്ടോ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ഞാൻ സീ യു.